ഓരിശേറുന്ന ഈ ഒരു സ്വലാത്തിനെ മുത്തുനബിയുടെ ചാരത്തേക്ക് റബീഉൽ അവ്വൽ 12-ൻ്റെ ഉള്ളിലായിട്ട് ചൊല്ലിത്തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ, അവിടത്തേക്ക് കൊടുത്തു വിടാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ, നെഞ്ചിലേറ്റി നടക്കുന്ന ഏതൊരു വലിയ മുറാദും ഈ ഒരു അമലിൻ്റെ ഫലം കൊണ്ട്, ഈ ഒരു സ്വലാത്തിൻ്റെ പവിത്രത കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കൂല്ലേ. മുത്തിൻ്റെ ചാരത്തെത്തുന്ന ഈ ഒരു സ്വലാത്തിൻ്റെ മഹത്വങ്ങളെ എത്രത്തോളം വർണ്ണിച്ചാലും മതിയാകൂല. അത്രയേറെ വലിയ പവറുള്ളൊരു സ്വലാത്താണിത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നോക്കാം. അതിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് ഈ വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യുക. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മൾ ഈ ചാനലിൽ പറഞ്ഞ ഒരുപാട് അമലുകൾ ഒരുപാട് ആളുകളിലേക്ക് എത്തുന്നതാണ്, ഒരുപാട് ആളുകൾ ചെയ്യുന്നതാണല്ലേ. അപ്പോൾ അസ്മാഉൽ ഹുസ്നയുടെ അമല് ഇപ്പോഴും നിർത്താതെ തുടർന്ന് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഇത്ത ഇന്നലെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നിപ്പോയി. കാരണം ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കിട്ടാൻ സാധിച്ചു ഇത്ത എന്ന് പറഞ്ഞിട്ട് അവർ ആ ഒരു കമൻറ്റ് ചെയ്തപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. കാരണം ജീവിതത്തിൽ ഒരുപാട് പ്രയാസം വരുന്ന ഒരു ഇത്തയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുമല്ലോ അടിക്കടി വരുന്ന പ്രശ്നങ്ങൾ. നമ്മൾ എല്ലാ പ്രശ്നങ്ങളും മാറി ഒന്ന് രക്ഷപ്പെടുന്നു എന്ന് വിചാരിക്കുന്ന ടൈമിലേക്ക് നമുക്ക് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു ചീത്ത കാര്യം സംഭവിക്കുന്നത് പോലെ ജീവിതത്തിൽ ചില അനർത്ഥങ്ങൾ വരിക. അതേപോലെ ഉണ്ടായിരുന്ന ഒരു ജീവിതമായിരുന്നു ആ ഇത്തയുടേത്. അതൊക്കെ മാറിയിട്ട് ജീവിതത്തിൽ എന്തോ ഒരു ബർക്കത്ത് വന്ന ഫീലാണെന്ന് അവർ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു സമാധാനം സന്തോഷം വരുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കുക, അസ്മാഉൽ ഹുസ്നയെ ആരെങ്കിലും ചൊല്ലാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വേഗത്തിൽ ഒരു 5-6 മിനിറ്റ് കൊണ്ട് ചൊല്ലി തീർക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അസ്മാഉൽ ഹുസ്ന എന്നുള്ളത്. അപ്പോൾ അത്രയും എളുപ്പത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഈ ഒരു അസ്മാഉൽ ഹുസ്നയെ മുടക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമായിരിക്കട്ടെ. ഇനി നിങ്ങൾക്കൊന്നും വേണ്ട, ഇന്ന് റബീഉൽ അവ്വൽ 10 ഇന്ന് മുതൽ ഈ റബീഉൽ അവ്വൽ അവസാനിക്കുന്നത് വരെയെങ്കിലും അസ്മാഉൽ ഹുസ്നയെ നമ്മൾ മുറുകെ പിടിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. അതേപോലെ തന്നെ നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്വലാത്ത് ഏതാണെന്ന് നോക്കാം. നമുക്ക് ഒരുപാട് കമൻസ് വരാറുണ്ട് കേട്ടോ. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടുന്ന ഇത്താരുടെ കമൻറ്റൊക്കെ നമ്മളൊക്കെ എത്രയോ ഭാഗ്യം ചെയ്തിട്ടുള്ള ആളുകളാണെന്ന് തോന്നിപ്പോവും ചില ആളുകളുടെയൊക്കെ കമൻറ്റ് കാണുമ്പോൾ. ചില ആളുകൾ പറയാറുണ്ട്, എന്താണെന്നറിയുന്നില്ല, തല പൊന്താൻ ഞങ്ങൾ അയക്കുന്നില്ല. എത്രയൊക്കെ ഞങ്ങൾ ഓരോ ദിക്റുകളും സലാത്തുകളും ഒക്കെ ചൊല്ലണമെന്ന് വിചാരിക്കുമ്പോഴും അതൊന്നും ചൊല്ലാൻ എനിക്ക് മനസ്സിക്ക് തോന്നുന്നില്ല എന്ന് ചില ആളുകൾ കമൻറ്റ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളിലും കടന്ന് ബുദ്ധിമുട്ടുന്ന ആളുകൾ എപ്പോൾ നോക്കിയാലും സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളും അതുപോലെ തന്നെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും നമുക്കവരെ കാണുമ്പോൾ തന്നെ ഇവർക്ക് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നിപ്പോകും. അത്തരത്തിൽ ജീവിതത്തിട്ട് വല്ലാതെ വലിഞ്ഞു മുറുകുന്ന ചില ജീവിതങ്ങൾ നമുക്കിടയിലുണ്ട്. അത്തരം ആളുകളിലേക്കൊക്കെ ഈ ഒരു സ്വലാത്തിനെ ഒന്ന് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ലേ. കാരണം ഒരുപാട് ഇത്തമാർ അത്തരത്തിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഭർത്താവ് ഒരു ഭാഗം തളർന്ന് കിടക്കുകയാണ്, എനിക്ക് നടക്കാൻ വയ്യ, എൻ്റെ മകൻക്ക് ഇന്ന അസുഖമാണ്, വീട്ടിൽ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിലാണ്, ഞങ്ങൾക്ക് കിട്ടുന്ന വരുമാനം ഞങ്ങളുടെ മരുന്ന് വാങ്ങിക്കാൻ പോലും തികയുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ കാണാറുണ്ട്. അതേപോലെ തന്നെ ചില ഇത്താമാർ കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ നമ്മൾ എത്രയോ അൽഹംദുലില്ലാ പറയേണ്ട ആളുകളാണല്ലേ. ഈ പരിശുദ്ധമായിട്ടുള്ള റബീഉൽ അവ്വൽ മാസത്തിൽ നമ്മളെല്ലാവരും പരസ്പരം ദുആകളിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കാറില്ലേ. ഒരുപാട് മുറാദുകൾ എല്ലാവർക്കും ഉണ്ടെന്നറിയാം. കഴിയുമെങ്കിൽ ഈ ഒരു സ്വലാത്തിനെ ഏറ്റെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഞാനൊരു ഉറപ്പ് നിങ്ങൾക്ക് തരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്വലാത്താണിത്. ഞാനൊരു കാര്യം പറഞ്ഞു തരട്ടെ. ഈ ഒരു റബീഉൽ അവ്വൽ മാസത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള മുറാദ് എന്താണോ, നിങ്ങൾക്കറിയില്ല നിങ്ങളെ മനസ്സിലുള്ള മുറാദ്. അത് ചിലപ്പോൾ എൻ്റെ ഇഷ്ടമായിരിക്കില്ല, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹമായിരിക്കില്ല നിങ്ങൾക്കുള്ളത്, നിങ്ങളുടെ ആഗ്രഹമായിരിക്കില്ല എനിക്കുള്ളത്. ആ ആഗ്രഹം എന്താണ്, അതെങ്ങനെയാണ് നിങ്ങൾക്ക് കിട്ടേണ്ടത് എന്ന് നിങ്ങൾക്കറിയാം. ആ ഒരു മാർഗം അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം വരേണ്ട വഴി അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ പ്ലാനിങ് തന്നെ ഉണ്ടാകും അല്ലേ. അതൊന്ന് കുറച്ച് സമയം എടുത്തിട്ട് നിങ്ങൾ മുത്ത് റസൂലിൻ്റെ ഈ ഒരു സ്വലാത്തും കയ്യിൽ പിടിച്ചുകൊണ്ടേ അള്ളാഹിനോടൊന്ന് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. തീർച്ചയായിട്ടും അതിനൊരു വഴി റബ്ബ് സുബ്ഹാനഹു തആല കാണിച്ചു തരിക തന്നെ ചെയ്യും.
ഏറ്റവും ഒരു ഉത്തമ ഉദാഹരണം എന്താണെന്നറിയോ? ഈ സ്വലാത്ത് കൊണ്ട് കിട്ടാത്തതായിട്ടൊന്നുമില്ല. അത്രയും നേട്ടമാണ് ഈ ഒരു സ്വലാത്തിന്. നമ്മൾ എന്തെങ്കിലും ഒന്ന് മനസ്സുരുക്കി ഇടങ്ങേറായിട്ട് ഇരിക്കുന്നൊരു സമയത്തെ നമ്മൾ കൂട്ടുകാരായിക്കോട്ടെ, കുടുംബക്കാരായിക്കോട്ടെ, ഉമ്മ ആയിക്കോട്ടെ, ഉപ്പ ആയിക്കോട്ടെ, സ്വന്തം ഭാര്യ ആയിക്കോട്ടെ, മക്കളായിക്കോട്ടെ, എല്ലാവരും കൈയൊഴിഞ്ഞ സമയത്തെ നിങ്ങൾ കുറച്ച് സമയം ഈ സ്വലാത്തിനെ മനസ്സിരുത്തിയൊന്ന് ചൊല്ലിക്കാണി. കണ്ണൊക്കെ ചിമ്പി ഒറ്റയ്ക്കിരുന്നിട്ടേ ഒരു റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ആ കിബിലൊക്കെ തിരിഞ്ഞിരുന്നിട്ട് ആ മുത്ത് റസൂലിൻ്റെ പച്ചക്കുപ്പ മനസ്സിൽ വിചാരിച്ചിട്ട് ഈ സ്വലാത്തിനൊന്ന് ചൊല്ലി നോക്കാണി. തീർച്ചയായിട്ടും ഒരു സമാധാനങ്ങളെ മനസ്സിലേക്ക് വരുന്നതായിട്ട് അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത് ഞാൻ വെറുതെ പറയുന്ന കാര്യമല്ലേ. ഒരു ആൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയെന്ന് പറഞ്ഞിട്ട്. ഞാൻ ചെയ്ത് നോക്കിയതുമാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് തന്നെ ഒരു കുളിർമ, മനസ്സിക്ക് ആകെക്കൂടെ ഒരു സമാധാനം വരുന്നതായിട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും. നമ്മൾ അടിമുടി പെട്ടിരിക്കുന്ന ഒരവസ്ഥ എന്ന് പറയില്ല, അടിമുടി ഇനി മരിച്ചാൽ മതി അല്ലെങ്കിൽ ഇനി ജീവിതമല്ല, ആർക്കും എന്നെ വേണ്ട എന്ന് തോന്നിയിരിക്കുന്ന ആ ഒരു സമയത്ത്, മനസ്സ് വല്ലാതെ താളം തെറ്റുന്ന ആ ഒരു സമയത്ത് ഈ ഒരു സലാത്തിനെ മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 11 തവണ കണ്ണും ചിമ്പി ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ചൊല്ലാൻ പറ്റുകയാണെങ്കിൽ അത്രയും ഹൈറായിട്ടുള്ള ഒരു കാര്യം വേറെ ഒന്നുമില്ല. ചെയ്ത് നോക്കുക, ഒന്ന് പരീക്ഷിച്ച് നോക്കുക. കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിക്കണേ, ചെയ്തവർ. അപ്പോൾ ഇൻഷാ അല്ലാ ഏതാണ് ആ പവിത്രമായിട്ടുള്ള സലാത്ത് എന്ന് നമുക്ക് നോക്കിയാലോ? ഇൻഷാ അല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദ് ളാഖത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദ് ളാഖത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ ഖദ് ളാഖത ഹീലതി അദ്രിക്നി യാ റസൂലല്ലാ. പുന്നാര നബിയുടെ ഒരു സ്വലാത്താണിത്. ഈ ഒരു സ്വലാത്തിനെ മനസ്സറിഞ്ഞ് അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ആ തിരുസന്നിധിയിൽ ഇരുന്ന് മുത്ത് റസൂലിന് വേണ്ടിയിട്ട് ഈ ഒരു സ്വലാത്തിനെ, നിങ്ങളുടെ അലട്ടുന്ന പ്രശ്നങ്ങൾ ഏത് തന്നെയാണെങ്കിലും ആ ഒരു പ്രശ്നത്തെ നെഞ്ചിലേറ്റിക്കൊണ്ട്, റബ്ബേ എൻ്റെ ഈ ഒരു പ്രശ്നത്തെ ദൂലീകരിച്ച് തരണേ, എൻ്റെ മുത്ത് റസൂലിൻ്റെ ഈ ഒരു സ്വലാത്ത് കൊണ്ട് ആ പ്രശ്നത്തെ പരിഹരിച്ച് തരണേ എന്ന് ഈ ഒരു സ്വലാത്തിനെ 313 തവണ ആർക്കെങ്കിലും നീയത്ത് വെച്ചുകൊണ്ട് ചെല്ലാൻ സാധിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ അല്ലാഹു സുബ്ഹാനഹു തആല വലിയ നിഅമത്തുകൾ അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ നിറഞ്ഞിട്ടുള്ള ആഗ്രഹമാണെങ്കിലും ആ പ്രശ്നത്തെ റബ്ബ് സുബ്ഹാനഹു തആലക്ക് മായ്ച്ച് കളയാൻ സാധിക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ ഉദ്ദേശം പൂർത്തിയാകാൻ വേണ്ടിയിട്ട് രാവിലെയും വൈകുന്നേരവും ഇങ്ങനെ 313 തവണ വീതം ചൊല്ലാവുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇടങ്ങേറ് നമുക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്വലാത്ത് കൊണ്ട് നമുക്കതിനെ ഇല്ലാതാക്കാൻ കഴിയുന്നതാണ്. പ്രാർത്ഥിക്കുക, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ തിരുസന്നിധിയിലിരുന്ന് മുത്ത് റസൂലിൻ്റെ ഈ ഒരു സ്വലാത്തിനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം തീർച്ചയാണില്ലേ. അപ്പോൾ എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. വസിയത്തോടു കൂടെ നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.